ആ കണ്ടോ, ഇതാണ് എന്റെ വീട്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. എന്റെ ഉപ്പച്ചി കൂലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടി പറയണം, എന്നാലേ എനിക്ക് എന്തേലും മിണുങ്ങാൻ കിട്ടുള്ളൂ. ഇനി കുട്ടനോട് എനിക്ക് പറയാനുള്ളത് കൂലി എത്രയെന്ന് ചോദിക്കുമ്പോ 15,000 അങ്ങനെ പറയാൻ നിക്കണ്ട. അടിപ്പൂക്കിട്ടിയ കാര്യം ഞാനേറ്റ്. ഓ, ഇവിടെ പാട്ട് പാടാൻ വന്നതല്ല, പാട്ടയിൽ പെയിന്റ് പാർന്ന് അടിച്ചാൻ വന്നതാണ്. നടക്കേ ഇപ്പൊ അതാ വന്നിക്കണോ എല്ലാരും. കുഞ്ഞാപ്പൂന്റെ പിള്ള പെയിന്റ് അടിക്കാരൻ നിക്കണേ. ഓൾട്ടേ, ഇതാണ് എന്റെ പണിക്കാര്. പിന്നെ ഇന്ന് ചെലവ് മാണ്ടി വരും. രാവിലെ 9 മണിക്ക് കടുംചായ, 10 മണിക്ക് കഞ്ഞി, ഉച്ചക്ക് നല്ല ചോറ് നല്ല മീനും. ഇത് ഞങ്ങൾക്ക് എന്നും കിട്ടണേ. അല്ല അപ്പൊ വൈകുന്നേരം വേണ്ട? വൈകുന്നേരം പരമ്പര ചായ ഉണ്ടാക്കിക്കോ. അനക്കന്നെ ഇവിടെ തിന്നാൻ തന്നെ ലാഭം വെച്ച് കൂട്ടിക്കോ. അനക്കും എന്റെ പണിക്കാർക്ക് ഒരു സാധനം ഞാൻ ഉണ്ടാക്കി തരൂല. എന്റെ പെങ്ങളാണ്. മോട്ടെ എനിക്ക് മനസ്സിലായില്ല തോന്നുന്നുണ്ട്. എന്റെ പണിക്കാരടി ചിലക്കാരിറങ്ങി പോടാർന്നേ. പേടിക്കണ്ട, തിന്നാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കിയരാം. പക്ഷെ എന്ത് വേണം, നമ്മൾ പറയണ പെയിന്റേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾ പച്ചിനോടൊന്ന് പ്രസ് ചെയ്ത് പറയാം. എന്താ മോട്ടി അവിടെ ഒച്ചപ്പാട്? അത് കുഞ്ഞാപ്പോ ഈ പെയിന്റിംഗ് ഏരിയ വന്നാണേ. കുഞ്ഞാപ്പോ പറയണേ ഓൽക്കും കൂട്ടക്കാർക്കും വെച്ചുണ്ടാക്കി കൊടുക്കണല്ല. എന്നെ കൊണ്ടാവില്ല പച്ചി. അത് വെച്ചുണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട. അവർക്ക് ആ വീരാനെ വീടി പോയിക്കാണ്ട് പൊറാട്ടൊക്കെ പെയിന്റ് അടിച്ചാൽ മതി. നടക്കേ, ഞാൻ പറഞ്ഞോളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ പച്ചി വന്നു. ഭക്ഷണം ഉണ്ടാവും ചർച്ചക്കാണ്ട് പെയിന്റ് പണിക്ക് നിങ്ങൾ ആരും വരണ്ട. അപ്പൊ ആ വകുപ്പും പോയി. ഇപ്പച്ചേ, ഞങ്ങൾ പണിക്കാരൊക്കെ ഞങ്ങൾ വാങ്ങിയ പെയിന്റ് കൊണ്ടുപോയിട്ട് ഞങ്ങൾ തന്നെ അടിച്ചലാണ്. ആ പെയിന്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ആ ഇന്ത്യ ചർച്ച. അപ്പൊ ആ വകുപ്പും പോയി. ഓന്റെ ആ കമ്മീഷൻ പരിപാടിക്കാണ്. ഞാൻ എന്റെ തന്തയാണ്. എന്റെ പേര് കോയാന്ന്. ഞാനൊരു പെയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരെന്താ പറഞ്ഞു കൊടുത്ത? സ്കൈലെക്സ്. അതെ, ആ കമ്പനിന്റെ പെയിന്റ് ആയിട്ട് ഇവിടെ അടിച്ചാൽ മതി. എന്റെ പേര് കുഞ്ഞാപ്പൂന്നാ. ഞാൻ ഈ കൊമ്പങ്കാട്ടിൽ ഉണ്ടായതന്നെ. ഇന്റെ വാക്കിലൊന്നും ഇവിടെ ഒരു വിലയില്ലേ. എന്ത് തേങ്ങ നിങ്ങൾ എന്റെ പണിക്കാരെ മുന്നിൽ വെച്ച് പറയണേ. നോക്കി നിൽക്കാതെ പുട്ടിട്ട് അടിച്ചാ പറഞ്ഞ പെയിന്റ് വല്ല വകുപ്പ് കൊളായില്ല. ഞാൻ പറഞ്ഞുതരാം. അവിടെയല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ സ്കൈലെക്സ് എന്ന് പറഞ്ഞ പെയിന്റ്. ഇതായിട്ട് അടിച്ചാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിച്ചോളി, അല്ലെങ്കിൽ കുടിക്ക് പോയിക്കോളി. എല്ലാവരും എല്ലാ കുറി ഇങ്ങനെ നനച്ചുളിക്ക് മാറ്റി അടിച്ചാലുള്ള പൈസ കോയിന്റെ അടുത്ത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്കൈലെക്സ് പറഞ്ഞ പെയിന്റ് അടിച്ചത്. ഇത് അടിച്ചാൽ കുറച്ച് കാലം അവിടെ ഉണ്ടാവും. എന്തായിരുന്നു പൊളിക്കുന്നറിയണേ. അതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ ആ കമ്മീഷൻ പരിപാടി ഇന്ത്യ അടുത്ത് നടക്കൂല. ഇതിന്ന് വല്ല കൂപ്പണും കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടേക്കൊണ്ടു. കുഞ്ഞാപ്പോ ഒരു കാര്യം കൂടി പറയാണ്ട്, എനിക്ക് കൂലി ഉണ്ടാവില്ല. ഇനി പെരിന്നല്ലാണ്ട് പുറത്തേക്ക് ഇറക്കാണ്. ഇന്ന രാസക്കാർക്ക് പറ്റാ കേട്ടോ. എടാ, ഈ പെയിന്റ് അടിച്ചാൽ കുറെ കാലത്തിന് പണി ഉണ്ടാവില്ല. നീച്ച് പോരാ, കാളെ കൊടുക്കും. കൂലില്ല, തിന്നാനും ഇല്ല, കമ്മീഷനും ഇല്ല. പിന്നെ എത്ര ഞങ്ങൾക്ക് ഇവിടെ പണിയെടുക്കേണ്ട ആവശ്യം. ആ രാസക്കാരുടെ പെരിക്കലും പോരടാ, അവിടുത്തെ കഞ്ഞേലിട്ടും. മോട്ടെ പല്ലേക്കണ പ്രശ്നം എടുത്താ ചോദിക്കുമല്ലോ. ചങ്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്കൈലെക്സ് എന്ന് പറഞ്ഞ പെയിന്റിനെ കുറിച്ചാണ്. പ്രീമിയം ടൈപ്പ് ആയാലും എക്കോണമി ടൈപ്പ് ആയാലും ഏത് പ്രൈസ് റേഞ്ചിലും സാധനം വിലയിരുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഷോപ്പിലും സാധനം അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഡീലർഷിപ്പിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് വിളിച്ചാൽ മതി. സ്പോട്ടിൽ സാധനം ഷോപ്പ് കണ്ടെത്തും. അപ്പൊ പേര് മറക്കണ്ട, സ്കൈലെക്സ് പെയിന്റ്സ്.